ഏത് നെറ്റിലെ ഒരു മാസത്തോളമായി കടന്നുവെച്ച ടൂർണമെന്റിന്റെ സമാപനം ഒരു ടീം തോൽക്കുകയും ജയിക്കുകയും അതെല്ലാവരും ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ നമ്മുടെ പുതിയ ക്ലബായ ചുരുക്കം ആ ക്ലബ് അങ്ങനെ ആദ്യമായി പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി അതുപോലെ തന്നെ പാലക്കാട് ജില്ല അംഗവും താരമായ അതുപോലെ തന്നെ ഈ സമ്മാനദാനം നിർവഹിക്കാൻ വേണ്ടി ചടങ്ങിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ശാസ്ത്രിമാരായ അതുപോലെ തന്നെ ക്രിക്കറ്റ് ക്ലബിന്റെ മുൻ ഭാരവാഹിയും ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ള ചിൽഡ്രൻ ക്ലബിന്റെ പ്രഗത്ഭരായിട്ടുള്ള ഭാരവാഹികൾ രണ്ട് ടീമിന്റെയും അംഗങ്ങളെ അനന്തപുരിലെ നല്ലവരായ കായിക പ്രേമികളെ ക്രിക്കറ്റ് സഹായിക്കുന്നു. നമ്മളിവിടെ വളരെ മനോഹരമായിട്ട് കഴിഞ്ഞൊരു മാസമായിട്ട് വളരെ നല്ല രീതിയിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് അതിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ ഒരു മാസക്കാലം ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് വളരെ വിജയകരമായ രീതിയിൽ ഇവിടുത്തെ യുവാക്കൾ അലവല്ലൂരിന്റെ മണ്ണിൽ ക്രിക്കറ്റിന്റെ ആ വേരുകൾ ആഴത്തിൽ വളരുവാൻ സഹായിച്ചിട്ടുള്ള ഈ ക്രിക്കറ്റ് ടീമിന്റെ ഭാരവാഹികളും ഞങ്ങളുടെയൊക്കെ പത്തനിയന്മാരുമായിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹോദരന്മാരെ എത്ര അഭിനന്ദിച്ചാൽ മതിയാവില്ല. അതോടൊപ്പം തന്നെ ഷബീറും അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് കമ്മിറ്റിയോട് സ്നേഹപൂർവ്വം സഹകരിക്കുകയും ചെയ്ത മുഴുവൻ കളിക്കാരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുവാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 2 വാർത്ത ക്രിക്കറ്റിനെ കുറിച്ച് പറയാതെ വയ്യ. കാരണം ഞങ്ങളൊക്കെ 1985 മുതൽ ക്രിക്കറ്റിന്റെ ഏകദേശം പാലക്കാട് ജില്ലയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്ലബിനെ കൊണ്ടു നടക്കുകയും അലവല്ലൂരിലെയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ മറ്റ് ടീമുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ മറ്റ് ടീമുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിൽ കൃത്യമായ ടൂർണമെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം പഴയ തലമുറ ഒക്കെ വിട്ടുപോവുകയും പല ജോലികളിലും മറ്റു പല ഏർപ്പാടുകളിലും ഏർപ്പെട്ടതിന്റെ ഫലമായിട്ട് ഏറെക്കുറെ ക്രിക്കറ്റ് നിലക്കുന്നൊരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്ലബിന്റെ ഭാരവാഹികൾ ഈ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ സംരംഭം ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും ക്രിക്കറ്റിന്റെ ആ പെരുമ അലവല്ലൂരിൽ നിലനിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ മത്സരം തുടക്കം മുതൽ ഏറെക്കുറെ അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ഈ വന്ന ആളുകളൊക്കെ വളരെ അക്ഷമയോട് കൂടിയിട്ട് വളരെ നല്ലൊരു മത്സരമായിരുന്നു. തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര ലെവലിലുള്ള മത്സരത്തിന്റെ ഒരു പ്രതീതി, ഒരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ 2020 ഒരു പ്രതീതി ഈ 12 മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അത് തർക്കമില്ല. എല്ലാവരും നല്ല കൂടിയിട്ട്
ഈ ടൂർണമെന്റുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പരിപാടി അവസാനിക്കുന്നത് വരെ, ഈ ട്രോഫി സമ്മാനം വിതരണം ചെയ്യുന്ന ചടങ്ങ് കൂടി സമാപിക്കുന്നത് വരെ നിങ്ങളെല്ലാവരും ക്ഷമയോടുകൂടി ഇത് സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാപന പരിപാടി, ഈ സമാപന സമ്മേളനം എന്ന രീതിയിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും അനന്തോത്തിന്റെ മുൻ ക്യാപ്റ്റനും സെക്രട്ടറിയും ഇപ്പോ യുവജനക്ഷേമ ബോർഡിന്റെ ഒരു അംഗവും അതുപോലെ നെഹ്റു യുവ കേന്ദ്രയുടെ ഒരു ജില്ലയുടെ കാര്യപ്പെട്ട ഒരു ഭാരവാഹിയുമായ എന്റെ സുഹൃത്ത് കാസിമാലായെ ബഹുമാനപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി. ബഹുമാനപ്പെട്ട മറ്റൊരു ക്യാപ്റ്റൻ മുത്തുമായി സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഈ ക്ലബിനെ അല്ലെങ്കിൽ ക്രിക്കറ്റിന് പുതുജീവൻ നൽകിയ പുതിയ തലമുറയുടെ പങ്കെടുത്ത ഇരു ശക്തമായ കളി കൊണ്ട് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം, രണ്ട് അമ്പയർമാർക്ക് ഒരു ആരാധന അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. വളരെ എക്സ്പ്ലോസീവ്, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ മേഖലയിൽ യുവാക്കൾ വളരെ എക്സ്പ്ലോസീവാണ്. തൊട്ടാ പൊട്ടാൻ ആ പ്രായം. എന്റെ അഭിപ്രായത്തിൽ യുവാക്കൾ അങ്ങനെ തന്നെ ആയിരിക്കണം. 10-60 വയസ്സ് അവർ മടങ്ങിച്ചോടുന്ന ആളുകളല്ല. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ രണ്ടാം തലമുറ പുതുതായി സൂചിപ്പിച്ചു 85 കാലഘട്ടം മുതൽ അലനല്ലൂരിന്റെ ശക്തമായി ക്രിക്കറ്റ് നടത്തുന്ന കാലഘട്ടം. മലപ്പുറം ജില്ലയുടെ തൊട്ടടുത്തുള്ള പ്രദേശമാകുന്നതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഗാലക്സി മുതലാകുന്നത് ഗാലക്സി ആണെങ്കിൽ അങ്ങാടിക്കാർ ജോളി റോബേഴ്സിന്റെ പ്ലേയേഴ്സും ജെപി ജൂനിയർ പ്ലേയേഴ്സും നാഷണൽ ലെവലിൽ പങ്കെടുത്തവർ വരെ ഈ ടൂർണമെന്റിൽ പങ്കെടുത്തുണ്ടായിരുന്നു. പിന്നീട് ഒരു ചെറിയ ഗ്യാപ്പിൽ സ്വാഭാവികമായി എല്ലാ ഗ്രാമപ്രദേശത്തും നടക്കുന്നത് പോലെ ജോലി സംബന്ധമായും വിദേശത്ത് ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട പല ആളുകളും നമ്മുടെ ക്ലബ്ബ് അല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി വന്ന ഒരു ബാങ്കും ഒരു ശൂന്യതയാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ടുണ്ടായത്. ആരെയും കുറ്റം കൊണ്ടല്ല. ഞാൻ നെഹ്റു യുവ കേന്ദ്രയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സ്പോർട്സ് വികസന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് എന്റെ പുതു തലമുറയ്ക്ക് എന്റെ കൊച്ചനിയുമാർക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുക. അടുത്ത വർഷം നിങ്ങളുടെ കളിയിൽ നേരത്തെ മുത്തുമായി സൂചിപ്പിച്ചതുപോലെ 85-ൽ പ്രീ-ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ മുത്തുമായി 8-ലോ 9-ലോ അന്ന് മുതൽ ക്രിക്കറ്റ് കളിക്കുന്ന 2002 വരെ എ ഡിവിഷൻ ക്രിക്കറ്റ് പാലക്കാട് കളിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ കളികളിൽ ഒരു പോരായ്മ ഞാൻ ഇപ്പോഴും കാണുന്നു. ശക്തമായ നമ്മുടെ കുട്ടികൾ വളരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റിംഗ് കപ്പാസിറ്റി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനുകരണ കപ്പാസിറ്റി മലബാറിലെ ആളുകൾക്കാണ്. ഒരു കളി പെട്ടെന്ന് കണ്ടാൽ കളി പഠിക്കും. ഒരു കളി പോലുള്ള കരീമിനെ പോലുള്ള മുത്തിനെ പോലുള്ള ആളുകൾ ആദ്യമായി ഒരൊറ്റ ദിവസം കൊണ്ട് 10-12 വർഷം ക്രിക്കറ്റ് കളിച്ചവരെ നന്നായിട്ട് അണ്ടറാം ഫീൽഡ് ചെയ്യും, ഫ്ലിക്ക് ചെയ്യും, ഗ്ലാൻസ് ചെയ്യും കളി. ഈ കളിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പറയുന്നത് ഇപ്പോ പല ആളുകളും ഫീൽഡിങ് വളരെ മോശം. എങ്ങനെയാലും മറ്റൊരു അടിച്ചിന്റെ മുകളിൽ അടിച്ചെടുക്കാന്നുള്ള രീതിയാണ്. ഈ ക്രിക്കറ്റ് കൊണ്ട് ഒരു ആധികാരികമായി ക്രിക്കറ്റ് കളിക്കുന്ന നെറ്റ് പ്രാക്ടീസില് ബാറ്റിങ്ങും ബൗളിങ്ങും അതിനോടൊപ്പം തന്നെ എന്താണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്നത് ക്യാച്ചസ് വിൻ മാച്ചസ് ആണ്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ടുള്ള ഒരു കോച്ചിങ് ക്യാമ്പ് ഇപ്പൊ കരീംബറിയൊക്കെ 8 വർഷത്തെ ഗൾഫ് ജീവിതം കൊണ്ട് താൽക്കാലികമായിട്ട് തൊട്ടടുത്തുണ്ട്. നമ്മളെല്ലാം സഹകരിച്ചുകൊണ്ടൊരു നല്ല കോച്ചിങ് ക്യാമ്പ് പോലെ ഒരു സംവിധാനം നമുക്ക് വേണം. ശാസ്ത്രീയമായ ക്രിക്കറ്റ്, ഞാൻ പറഞ്ഞു ശാസ്ത്രീയമായ ക്രിക്കറ്റ്. ഇപ്പൊ നിങ്ങൾ ഔട്ട്സൈഡിൽ വന്ന പന്ത് മിഡിൽ കൂടെയും സ്ക്വയറിലേക്ക് കൂടെയും വിക്കറ്റിന് മുകളിൽ കൂടി വലിക്കണം ഞാനും കണ്ടു മുത്തുമായി പറഞ്ഞ മതി. അല്ലാതെ ഈ 12 ക്ലാസിക്കൽ കളി നടക്കില്ല. 12 ഓവറില് ഒരു ഓവറില് എങ്ങനെ ഡോട്ട് ബാൾ വരാണ്ടിരിക്കാന്ന് നോക്കാം അല്ലേ? 12 ഓവർ കളിക്കുമ്പോൾ ഒരു ഓവറിൽ 6 ബാൾ ഡോട്ട് ബാൾ വരാണ്ട് അടിക്കലന്നെ പരിപാടി. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ശാസ്ത്രീയമായി കൂടെ ക്രിക്കറ്റ് കളിക്കാൻ ഒരു കോച്ച്
മറ്റുള്ള സംവിധാനങ്ങൾ പല സംവിധാനങ്ങൾ നമുക്ക് സംസ്ഥാന ബോർഡിന്റെയോ കേന്ദ്ര യൂണിറ്റ് ബോർഡിന്റെയോ ചെയ്യാൻ കഴിയും. നമുക്കൊരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഒരുമിച്ച് പോകണം. എന്ത് പറഞ്ഞാലും ഇവിടെ 32ഓളം ക്ലബ്ബുകൾ ഇവിടെ വന്ന് കളിച്ചു. വളരെ നന്നായി അച്ചടക്കത്തോടെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കളിച്ചു. സംഘാടകർ ജയിക്കാനുള്ള ഒരു പിന്നാമ്പുറക്കുള്ളിൽ കളിച്ചാൽ തന്നെ ജയിക്കുകയും ചെയ്തു. ഇതിനെ അലനല്ലൂരിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിയതിനെ നിങ്ങളെ മുക്തകണ്ഠ പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും Ladies and gentlemen, I humbly invite the team members of runners. Please come to the stage. അതുപോലെ തന്നെ ഒരിക്കൽ ഷെബീറും കയറിക്കോട്ടെ ഒരിക്കൽ ചെയ്ത് വെറുതെ മാൻ ഓഫ് ദ മാച്ച് The members of senior team, Alanallur team, the members. നീണ്ടോ